ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തീയ കുടുംബദിനമായി കൊണ്ടാടുന്ന ദിവസമാണ് ഈ വിശുദ്ധ ഞായറാഴ്ച. ഈ ദിവസം നാം ധ്യാനിക്കുന്നത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള ദൈവവചന ഭാഗങ്ങളാണ്. ഫാമിലി, ദ പ്ലേസ് ഓഫ് പ്യുവർ ലവ് എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. കുടുംബം, നിർവ്യാജ സ്നേഹത്തിൻ്റെ ഇടം. ഇന്ന് ലോകത്തിൽ കുടുംബം എന്നതിനെപ്പറ്റി നാം മനസ്സിലാക്കുമ്പോൾ ഒരേ വീടിനുള്ളിൽ താമസിക്കുന്നവർ, അല്ലെങ്കിൽ ഒരേ വീട്ടുപേരിൽ അറിയപ്പെടുന്നവർ, രക്തബന്ധത്തിലുള്ളവർ, അങ്ങനെയൊക്കെയാണല്ലോ നാം കരുതുന്നത്. എന്നാൽ ഇന്ന് നാം വായിച്ച ദൈവവചന ഭാഗത്ത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 31 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു കുടുംബത്തെക്കുറിച്ച് ഒരു പുതിയ വ്യാഖ്യാനം നൽകുകയാണ്. രക്തബന്ധം കൊണ്ട് മാത്രമല്ല കുടുംബം രൂപപ്പെടുന്നത്, അതിനും അപ്പുറം ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്നതിലൂടെയാണ് കുടുംബം രൂപപ്പെടുന്നത് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇത് ഭൂമിയിലെ കുടുംബത്തിൻ്റെ മൂല്യം കുറയ്ക്കുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശത്തിലുള്ള കുടുംബമായി, പങ്കാളിത്തമുള്ള ഇടങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ രൂപപ്പെടുന്നതിനെക്കുറിച്ചാണ് കർത്താവ് ഓർമ്മപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഓരോ കുടുംബവും ഒരു തരത്തിൽ ഒരു ബിലോങ്ങിങ് ഇടമാണ്. അത് കൂടുതൽ മനഃശാന്തി നൽകുന്ന സ്ഥലം കൂടെയാണ്. നാം ശ്രദ്ധിച്ചാൽ ദൈവവചനത്തിൽ, വിശുദ്ധ വേദപുസ്തകത്തിൽ എല്ലാ കുടുംബങ്ങളും പൂർണ്ണമായ കുടുംബം എന്ന് നമുക്ക് പലപ്പോഴും വിലയിരുത്തപ്പെടേണ്ടതായിട്ട് സാധിക്കുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ ഹിതം അനുഷ്ഠിക്കുന്ന ഇടമായി കുടുംബങ്ങളെ നമുക്ക് ദൈവവചനത്തിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ 4 ഗുണങ്ങളെക്കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാനായിട്ട് ശ്രമിക്കാം. 1, അക്സെപ്റ്റൻസ്, പരസ്പരം സ്വീകരിക്കുന്ന ഇടം. 2, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ബ്ലെസ്സിങ്, ആശീർവാദം നൽകുന്ന ഇടം. 3, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പരസ്പരം അനുഗ്രഹീതമായ ആശയവിനിമയം നടത്തുന്ന ഇടം. 4, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഡിവോഷൻ. ഓരോ ക്രിസ്തീയ കുടുംബങ്ങളും ദൈവഭക്തിയിൽ ജീവിക്കുന്ന ഇടം ആണ്. ഇന്ന് നാം വായിച്ച ദൈവവചന ഭാഗത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു: ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്നവരാണ്. ഒരു അക്സെപ്റ്റൻസിനെക്കുറിച്ച്, സ്വീകരണത്തിനെക്കുറിച്ച് കർത്താവ് നമ്മെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതെ, ഇവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. ദ റിലേഷൻഷിപ്പ്, ബന്ധം, അത് നിർണയിക്കപ്പെടുന്നത് അവരുടെ പശ്ചാത്തലത്തിലല്ല, പിന്നെയോ അവരുടെ വിശ്വാസവും ദൈവത്തിലുള്ള അനുസരണവുമാണ്. നമുക്കറിയാം, വിശുദ്ധ കന്യക മറിയം ദൈവത്തിൻ്റെ വചനത്തോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. അതൊരു അക്സെപ്റ്റൻസ് ആണ്. ദൈവം നൽകുന്നത് സ്വീകരിക്കാനുള്ള തൻ്റെ ഹൃദയത്തിൻ്റെ അനുസരണം. ഒരു തരത്തിൽ കുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഗൗരവമായി എടുക്കേണ്ടതുമായ ഒരു തലം പരസ്പരമുള്ള സ്വീകരണമാണ്. ഭാര്യ ഭർത്താവിനെയും, ഭർത്താവ് ഭാര്യയെയും, അവരിരുവരും ദൈവം തങ്ങളെ ഒരുമിച്ച് ചേർത്തതാണ് എന്നുമുള്ള ഒരു സ്വീകരണം, അക്സെപ്റ്റൻസ് ഉണ്ടാകുമ്പോഴാണ് ക്രിസ്തീയ കുടുംബം അനുഗ്രഹീതമായി തീരുന്നത്. ദൈവം നൽകുന്ന മക്കൾ മാതാപിതാക്കൾ മക്കളെയും പരസ്പരം മനസ്സോടെ സ്വീകരിക്കാനായിട്ട് ഇടയാകുമ്പോഴാണ്, അല്ലെങ്കിൽ ഓരോ കുഞ്ഞുങ്ങളും അവരവരുടെ ഭവനത്തിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് തോന്നുമ്പോഴാണ് അവർ ആത്മവിശ്വാസമുള്ളവരും മാനസികമായി ആരോഗ്യമുള്ളവരുമായി വളരുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും അവർ പരസ്പരം അപൂർണതകളുണ്ടാകാം, എല്ലാം പെർഫെക്റ്റായ ഒരാളും ഈ ലോകത്തിലില്ല എന്നതാണ് പരമാർത്ഥം. എന്നാൽ അപൂർണതകളൊക്കെ മറന്നുകൊണ്ട് തന്നെ പരസ്പരം സ്വീകരിക്കപ്പെടുമ്പോൾ വിശ്വാസവും അടുപ്പവും വളരും. ഈ പരസ്പര സ്വീകരണത്തിൽ വളർത്തപ്പെടുന്ന കുഞ്ഞുങ്ങൾ തീർച്ചയായും നല്ല ആത്മവിശ്വാസത്തിൽ വളരും എന്നതിൽ സംശയമില്ല. പരസ്പരം തമ്മിൽ അക്സെപ്റ്റ് ചെയ്യുകയും കുഞ്ഞുങ്ങൾ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടവരാണ് എന്ന ബോധത്തിൽ വളരുകയും ചെയ്യുമ്പോൾ
ദൈവം ആഗ്രഹിക്കുന്ന കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ തീരും എന്നതിൽ സംശയമില്ല. ഒരിക്കലൊരു പിതാവ് തൻ്റെ ടീനേജറായ മകൻ തന്നോട് ഒത്തിരി തർക്കിച്ചപ്പോഴൊക്കെ പറഞ്ഞു, മകനെ, നിൻ്റെ തർക്കത്തിലൂടെയൊക്കെ നിനക്ക് എൻ്റെ ഹൃദയം തകർക്കാം, എന്നാൽ എൻ്റെ ബന്ധം നിനക്ക് തകർക്കാനാവില്ല. ആ ഒരു വാക്ക് ആ കുഞ്ഞിൻ്റെ ജീവിതം തന്നെ മാറ്റി. തിരുത്തുന്നയിടത്തും സ്നേഹം നിലനിൽക്കുന്നുവെങ്കിൽ, സ്വീകരിക്കുന്ന തരത്തിലുള്ള സ്നേഹം നിലനിൽക്കുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ കുഞ്ഞുങ്ങളുടെയൊക്കെ മനസ്സിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും, അനുഗ്രഹീത കുടുംബങ്ങളാക്കി തീർക്കാനായിട്ട് സാധിക്കും എന്നതിൽ സംശയമില്ല. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ഭവനങ്ങൾ ദൈവത്തിൻ്റെ ഒരു അൺകണ്ടീഷണൽ അക്സെപ്റ്റൻസ്, നിബന്ധനകളില്ലാത്ത, ഉപാധികളില്ലാത്ത സ്വീകരണം പ്രതിഫലിപ്പിക്കാനായി സാധിക്കുന്നുണ്ടോ? കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ, കർത്താവ് നമ്മെ സ്വീകരിച്ചതുപോലെ വിശുദ്ധ റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 7-ാം വാക്യം നാം വായിക്കുന്നു, കർത്താവ് സ്വീകരിച്ചതുപോലെ തമ്മിൽ സ്വീകരിക്കാനായി സാധിക്കുമോ? ആ വലിയ ചോദ്യമാണ് ഈ ക്രിസ്തീയ കുടുംബദിനത്തിൽ നാം പരസ്പരം ചോദിക്കേണ്ടത്. 2, ഓരോ ക്രിസ്തീയ കുടുംബവും ഒരു ആശീർവാദത്തിൻ്റെ, ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ബ്ലെസ്സിങ്, പരസ്പരം ആശീർവദിക്കുന്ന ഇടങ്ങളായി തീരണം എന്ന ഓർമ്മപ്പെടുത്തലാണ്. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ ഇസഹാക്ക് തൻ്റെ മകനെ ആശീർവദിക്കുന്നത് നാം കാണുന്നുണ്ട്. ചില പിഴവുകളൊക്കെ നാം അവിടെ ഭാഗത്ത് കാണുന്നുണ്ടെങ്കിലും ആ ആശീർവാദം തലമുറകളെ സ്വാധീനിക്കുന്നതായിട്ട് നാം കാണുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ കർത്താവ് കുഞ്ഞുങ്ങളെ അടുക്ക വിളിച്ച് ആശീർവദിക്കുന്നു. അതുകൊണ്ട് ആശീർവാദം എന്നത് ഒരു ആചാരമല്ല, അതിനപ്പുറം ഒരു ആത്മീയ ശക്തിവൽക്കരണമാണ്. മനഃശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓരോ ആശീർവാദ വാക്കുകളും ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. ഓരോ കുഞ്ഞുങ്ങളുടെയും മനസ്സിൽ അവർക്കൊരു ബ്ലെസ്സിങ് നൽകുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. അത് കുഞ്ഞിൻ്റെ ഉള്ളിൽ ഒരു ഹോർമോൺ ഡോപ്പോമിൻ, അവൻ്റെ മസ്തിഷ്കത്തെ കൂടുതൽ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഡോപ്പോമിൻ ഉണർത്തി കൂടുതൽ പ്രചോദനം നൽകുകയും വളരെ അനുഗ്രഹീതനായി വളരുവാൻ തക്കവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുകയും ചെയ്യുകയാണ്. വിമർശനങ്ങൾ നിറഞ്ഞ വീട് പലപ്പോഴും യുദ്ധഭൂമി പോലെയാണ്. എന്നാൽ ആശീർവാദങ്ങൾ നിറഞ്ഞ വീട് സ്നേഹത്തിൻ്റെയും കൃപയുടെയും തോട്ടമാകും എന്നതിൽ സംശയമില്ല. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ, ജീവനും മരണവും നമ്മുടെ നാവിൻ്റെ അധികാരത്തിലുണ്ട്. ഏത് നാം തിരഞ്ഞെടുക്കുന്നു എന്നത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഒരിക്കൽ ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഉച്ചയ്ക്കുള്ള ലഞ്ച് ബോക്സിൻ്റെ മുകളിൽ ഓരോ ദിവസവും ചെറിയ ചെറിയ കുറിപ്പുകൾ എഴുതി ഒട്ടിച്ചു വിടാറുണ്ട്. കുഞ്ഞുങ്ങൾ ഉച്ചയ്ക്ക് തങ്ങൾ ലഞ്ച് ടൈമിൽ ബോക്സ് തുറക്കുമ്പോൾ ഓരോ ദിവസവും പോസിറ്റീവ് വേർഡുകളാണ് അവർ വായിക്കുന്നത്. യു ആർ മൈ പ്രഷ്യസ് ചൈൽഡ്, യു ആർ മൈ ലവിങ് ഡോട്ടർ, യു ആർ മൈ ലവിങ് സൺ, നീ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഇങ്ങനെ ഓരോ ദിവസവും അമ്മ കുഞ്ഞുങ്ങൾക്ക് വ്യത്യസ്തമായ ഓരോ പോസിറ്റീവ് വാക്കുകളാണ് ആ ലഞ്ച് ബോക്സിന് മുകളിൽ ഒട്ടിച്ചു വിടുക. പിന്നീട് കുഞ്ഞുങ്ങൾ മുതിർന്നവരായി കുടുംബസ്ഥരായി ഒക്കെ തീർന്നപ്പോൾ അവർ പറഞ്ഞ സാക്ഷ്യമാണ്, അമ്മ അന്ന് ഞങ്ങൾക്ക് നൽകിയ ആ ചെറിയ ചെറിയ പ്രചോദനം തുളുമ്പുന്ന വാക്കുകൾ ഞങ്ങളുടെ ജീവിതത്തെ കൂടുതൽ അനുഗ്രഹീതരാക്കി തീർക്കുന്നതിന് ഇടയായി. അതെ, ആ ആശീർവാദം ജീവിതകാലം മുഴുവൻ ആന്തരിക ശബ്ദങ്ങളായി അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ മുഴങ്ങുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ സമീപനത്തിലും നാം പരസ്പരം അനുഗ്രഹിക്കുന്നവരാണോ? നമ്മുടെ വീടുകൾ കുറ്റപ്പെടുത്തലിൻ്റെ വേദികളാകുന്നതിനിടയാകരുത്. അതിനുമപ്പുറം ആശീർവാദത്തിൻ്റെ യാഗപീഠങ്ങളാകട്ടെ. ഞാൻ എൻ്റെ ബാല്യകാലം ഓർക്കുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ ഓരോ ജീവിതാനുഭവങ്ങളിലും ആശീർവദിച്ച് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു വിടുന്നത് ഇപ്പോഴും അത് മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹത്തിൻ്റെ വേദികളായി തീരുമ്പോൾ എത്ര ധന്യമായ ഇടങ്ങളായിത്തീരും. മൂന്നാമതായി, ക്രിസ്തീയ കുടുംബം അനുഗ്രഹീതമാകണമെങ്കിൽ ഇറ്റ്സ് എ പ്ലേസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. നല്ല ആശയവിനിമയം നടത്തുന്ന ഇടങ്ങളാകണം. ദൈവഭക്തിയുള്ള കുടുംബത്തിൻ്റെ ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത്
പരസ്പരം ആശയവിനിമയത്തിലൂടെയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുന്നു, ദൈവം ആദമിനോടും ഹവ്വയോടും സംസാരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. ഗോഡ് കമ്മ്യൂണിക്കേറ്റ്സ്. എല്ലായ്പ്പോഴും സംസാരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ദൈവവചനം നമ്മോട് പറയുന്നത്. ദൈവം പ്രവാചകന്മാർ മുഖേനയും പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിലൂടെയും തൻ്റെ വചനം അയച്ച് നമ്മോട് സംസാരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം എല്ലായ്പ്പോഴും ആശയവിനിമയം നടത്തുന്നവനാണെങ്കിൽ നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങൾ തീർച്ചയായും നല്ല ആശയവിനിമയത്തിൻ്റെ ഇടങ്ങളാകണം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ യോസഫ് സഹോദരന്മാരെ തിരിച്ചറിഞ്ഞപ്പോൾ തുറന്ന മനസ്സോടെ ആശയവിനിമയം നടത്തിയത് അത് അനുഗ്രഹീതമായി അവരുടെ ജീവിതം തുടരുന്നതിന് ഇടയായി എന്ന് നാം കാണുന്നുണ്ട്. ഇന്ന് പലപ്പോഴും പല കുടുംബങ്ങളും സ്നേഹക്കുറവ് കൊണ്ടല്ല ആശയവിനിമയം കുറയുന്നത്, എന്നാൽ ആരോഗ്യപരമായ ലിസണിങ് നടക്കാത്തതുകൊണ്ട് നല്ല ആശയവിനിമയം കുറയുന്ന ഇടത്തിലാണ് നാം ഒക്കെ ജീവിക്കുന്നത്. ഇവിടെയാണ് ഒരു തിരിച്ചുവരവ് ആവശ്യമായുള്ളത്. നല്ല ആശയവിനിമയം ഉള്ള ഇടങ്ങളായി നമ്മുടെ കുടുംബങ്ങൾ മാറുമ്പോൾ നമ്മുടെ ക്രിസ്തീയ കുടുംബങ്ങൾ കൂടുതൽ അനുഗ്രഹിക്കുന്ന ഇടങ്ങളായി തീരും. നാം സംസാരിക്കുന്നത് നിർത്തുമ്പോൾ പലപ്പോഴും നാം ചിലപ്പോൾ അനുമാനിക്കാനായിട്ട് തുടങ്ങുന്നു. ആ അനുമാനങ്ങൾ പലപ്പോഴും ബന്ധങ്ങളെ തകർക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു കൗൺസിലിംഗ് അനുഭവത്തിൽ ഒരു കുടുംബം പങ്കുവച്ചത് ഇപ്പോഴും ഓർക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവും അവർ തമ്മിൽ പറയുകയാണ്, മൊബൈൽ ഇല്ലാതെ അവസാനമായി നമ്മൾ എന്നാണ് ഒരുമിച്ചൊന്ന് സംസാരിച്ചത്. പലപ്പോഴും അവർ തമ്മിൽ ആലോചിക്കുകയാണ്, ഓർമ്മയില്ല, മൊബൈൽ ഇല്ലാത്ത ഒരു നിമിഷം പോലും നമ്മുടെ കുടുംബത്തിലില്ല. അവർ തീരുമാനിച്ചു, നമുക്ക് ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മുടെ കുടുംബത്തിൽ മൊബൈലൊക്കെ ഒന്ന് മാറ്റിവെച്ച് മുഖത്തോട് മുഖം നോക്കിയിരുന്ന് സംസാരിക്കണം. പിറ്റേ ആഴ്ച അടുത്ത സെഷൻ അവർ വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഗുണമേന്മ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ നന്നായി പരസ്പരം സംസാരിക്കാനായിട്ട് തുടങ്ങി, അതോടെ ഞങ്ങളുടെ കുടുംബം കൂടുതൽ അനുഗ്രഹീതമായി തീരുന്നതിനിടയായി എന്ന് അവർ പങ്കുവച്ചത് ഓർക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബം ഇന്ന് മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയയും ടെലിവിഷനും ഒക്കെ നമ്മുടെ സമയങ്ങൾ അപഹരിക്കുന്ന ഇടത്താണ് നാം ജീവിക്കുന്നത്. ഇവിടെയാണ് കർത്താവ് നമ്മെ ക്രിസ്തീയ കുടുംബജീവിതത്തിൽ കുടുംബദിനത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ കുടുംബങ്ങൾ നല്ല ആശയവിനിമയത്തിൻ്റെ ഇടങ്ങളാകണം. കുറ്റപ്പെടുത്താത്ത, പരസ്പരം പഴിചാരലുകളില്ലാത്ത, പഴയത് പറയാത്ത, തുറന്ന് സംസാരിക്കുന്ന നല്ല ആശയവിനിമയത്തിൻ്റെ ഇടങ്ങളാകണം. നമ്മുടെ വീടുകൾ സ്ക്രീനുകളുടെ നിശബ്ദതയിലാണോ അതോ സത്യസന്ധമായ സംഭാഷണങ്ങളിലാണോ നിറഞ്ഞത്? കർത്താവ് വാക്കുകളിലൂടെ, തൻ്റെ നോട്ടത്തിലൂടെ, സ്പർശനത്തിലൂടെ ഒക്കെ ആശയവിനിമയം പ്രകടിപ്പിക്കുന്നത്, ആശയവിനിമയം നടത്തുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതെ, നമ്മുടെ കുടുംബങ്ങൾ നല്ല ആശയവിനിമയത്തിൻ്റെ ഇടമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. 4-മതായി, ക്രിസ്തീയ കുടുംബം അനുഗ്രഹീതമായി തീരുന്നത് ഇറ്റ്സ് എ പ്ലേസ് ഓഫ് ഡിവോഷൻ, ദൈവഭക്തിയുടെ ഇടമായി തീരുമ്പോഴാണ്. കർത്താവ് പറയുന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എന്ന് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? നമുക്കറിയാം, തിരുക്കുടുംബം വിശുദ്ധ കന്യകമറിയമും ജോസഫും അവരെല്ലായ്പ്പോഴും അവരുടെ ജീവിതത്തിൽ ഗോഡ്സ് വിൽ, എന്താണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദൈവ ഇഷ്ടം എന്ന് മനസ്സിലാക്കാനും അത് നിറവേറാനും വളരെയധികം പരിശ്രമിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. യോശുവയുടെ പുസ്തകം 24-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇങ്ങനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. മറ്റ് വ്യത്യസ്തമായ അവസരങ്ങൾ, തിരഞ്ഞെടുപ്പുകൾക്കൊക്കെയുള്ള സാധ്യതകളുണ്ട്, എന്നാൽ അതിനപ്പുറം ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കും. വി വിൽ ഡൂ ദ ഗോഡ്സ് വിൽ. ഞങ്ങൾ തീർച്ചയായും ദൈവഹിതം നിർവഹിക്കും. ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന, ഒന്നിച്ച് കൂട്ടായ്മ അനുഭവിക്കുന്ന ഫാമിലി ദാറ്റ്സ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹീത കുടുംബങ്ങളായിത്തീരും. മാനസിക സ്ഥിരതയുള്ള, ഗുണമേന്മയുള്ള കുടുംബങ്ങളായി തീരുന്നതിന് ഒരുമിച്ചുള്ള പ്രാർത്ഥന, ദൈവഹിതം ആരായുന്നത്
തീർച്ചയായിട്ടും നിലനിർത്തും എന്നതിൽ സംശയമില്ല. കഴിഞ്ഞ ചില വർഷങ്ങളായി ഞാൻ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നടത്താറുണ്ട്. ഓരോ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നടത്തുമ്പോഴും അവരോട് പറയാറുണ്ട്, കുഞ്ഞുങ്ങളെ, എൻ്റെ കുടുംബജീവിത അനുഭവത്തിൽ നിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള എൻ്റെ ഒരു സാക്ഷ്യം അതാണ്. ഒരുമിച്ച് കരങ്ങൾ പിടിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ ഇടയായാൽ തീർച്ചയായും ജീവിതത്തിൻ്റെ ഏത് വെല്ലുവിളികളെയും അതിജീവിക്കാൻ തക്കവണ്ണം ദൈവം ശക്തീകരിക്കും എന്നതിൽ സംശയമില്ല. വളരെയധികം കുഞ്ഞുങ്ങൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് അവർ വ്യത്യസ്ത ഇടങ്ങളിലൊക്കെ കുടുംബമായി ജീവിച്ച് തിരികെ എത്തുമ്പോൾ പലരും അവരുടെ സാക്ഷ്യം വന്ന് പങ്കുവയ്ക്കാറുണ്ട്. അതെ അച്ഛാ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലും ഞങ്ങൾ ഒരുമിച്ച് കരം പിടിച്ച് മുട്ടുകുത്തിയത് ഞങ്ങളെ വളരെയധികം പ്രത്യാശയോടെ ധൈര്യത്തോടെ നിലനിൽക്കുന്നതിന് ഇടയായി എന്ന് അവർ പങ്കുവച്ചത് ഇപ്പോഴും ഓർക്കുന്നു. കേരളത്തിൽ നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളൊക്കെ പറയുന്ന വലിയൊരു സാക്ഷ്യമാണ്. ഞങ്ങളിന്ന് അനുഭവിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കാരണം ഞങ്ങളുടെ ഭവനത്തിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഒരപ്പച്ചനുണ്ടായിരുന്നു, മുട്ടുകുത്തി കണ്ണുനീരൊഴുക്കുന്ന ഒരു അമ്മച്ചിയുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും അനുഗ്രഹം എന്ന് പങ്കുവയ്ക്കുന്ന വളരെയധികം കുടുംബങ്ങളുണ്ട്. അതേ പ്രിയമുള്ളവരെ, നമുക്ക് ഇന്ന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഞങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണുനീരോടെയുള്ള മുട്ടിപ്പായുള്ള മുട്ടുകുത്തിയ പ്രാർത്ഥനയാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം എന്ന് സാക്ഷിപ്പാൻ തക്കവണ്ണമുള്ള വലിയ ഉത്തരവാദിത്വം ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അതേ, ഭക്തിയുള്ള ദൈവഭക്തിയുള്ള കുടുംബങ്ങളായി തീരുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹീതമായ കുടുംബങ്ങളായി തീരും എന്നതിൽ സംശയമില്ല. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവുമായുള്ള ബന്ധം നൽകുന്ന, നമുക്കില്ലാത്തതൊന്നും നമുക്കടുത്ത തലമുറയ്ക്ക് നൽകാനായിട്ട് സാധിക്കില്ല. നമുക്കെത്രമാത്രം ആഴമായ ദൈവഭക്തിയും ദൈവസ്നേഹവും ദൈവവചന ധ്യാനവും താല്പര്യവുമുണ്ടോ, അതുമാത്രമേ നമുക്ക് അടുത്ത തലമുറയ്ക്ക് നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവ് ഭൂമിയിലെ കുടുംബങ്ങളെ നിരസിക്കുന്നതിനപ്പുറം ഒരു വലിയ കുടുംബത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്ക് നൽകുകയാണ്. ദൈവ ഇഷ്ടം ചെയ്യുന്നവനാണ് ദൈവത്തിൻ്റെ കുടുംബം. ഈ ക്രിസ്തീയ കുടുംബ ദിനത്തിൽ നമുക്കൊക്കെ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായി തീരാം, ദൈവഭക്തിയുള്ള കുടുംബങ്ങളായി തീരാം. പരസ്പരം അക്സെപ്റ്റ് ചെയ്യുന്ന, പരസ്പരം ബ്ലെസ് ചെയ്യുന്ന, അനുഗ്രഹിക്കുന്ന, ഒപ്പം ദൈവഹിതം തിരിച്ചറിയുന്ന അനുഗ്രഹീത കുടുംബങ്ങളായി തീരുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.